എന്തുകൊണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മാജിക് ലാൻഡ്. അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ പ്രാവശ്യത്തോടു കൂടി നിർത്താം എന്ന് കരുതും. പക്ഷേ വീണ്ടും വീണ്ടും നമ്മളെന്തോ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. എനിക്ക് തോന്നണ് ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ആന്തലില്ലേ, അത് നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്ത റൈഡ് ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഇതിൽ കയറാനാണ്. ഇപ്രാവശ്യം എൻ്റെ ശിങ്കിടികൾ എനിക്ക് തന്ന ധൈര്യം കൊണ്ട് ഞാൻ കണ്ണുടച്ച് ഓക്കെ എന്ന് പറഞ്ഞു. ഈ ഒരു റൈഡിൻ്റെ വീഡിയോ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ അവർ വീഡിയോ എടുത്ത് നമുക്ക് തരും. അത് നമ്മൾ പൈസ പേ ചെയ്താൽ മതി. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ വീഡിയോ വാങ്ങണം എന്ന്. പണ്ട് ബസ്സിൽ പോകുമ്പോൾ കയറ്റിറങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നൊരു ആന്തലാണ്. ഞാൻ ഇതിൽ കയറിയെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനത് കയറി. ലാസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോ എൻ്റെ കസിനെ ഞാൻ തെറി പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇറങ്ങിയത്. അതുപോലെ ഞാൻ പേടിച്ചു പോയി. എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് പറയുന്നത് പോലെ ഞാൻ വീണ്ടും അടുത്ത അട്രാക്ഷനിലേക്ക് പോവാണ് ഗൈസ്. ഇവര് ഞാൻ കയറുന്നതിന് തൊട്ടു മുമ്പ് കയറിയവരായിരുന്നു. അപ്പോഴെങ്കിലും എൻ്റെ തീരുമാനം മാറ്റായിരുന്നു. അപ്പോഴും എൻ്റെ ശിങ്കിടികൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇല്ല, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. അവസാനം ഞാൻ ആ ചതിയിൽ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. അങ്ങനെ ഞാൻ എൻ്റെ പാതി ജീവനും കൊണ്ടാണ് അടുത്ത അട്രാക്ഷൻ കാണാൻ പോകുന്നത് ഗൈസ്. നിങ്ങൾ ഏതെങ്കിലും അട്രാക്ഷനിൽ പിള്ളേരുടെ പ്രസൻസ് കാണാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് പേടിക്കാനുള്ളതായിരിക്കില്ല. അങ്ങനെ ആ അട്രാക്ഷനും കഴിഞ്ഞ് നമ്മൾ അടുത്തത് തപ്പി നടക്കാട്ടോ. പോകുന്ന വഴിയിലുള്ള വ്യൂ ഒക്കെയാണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് വന്നിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുളിക്കാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കുകയാണ്. എനിക്കെന്നെ മുടി നനക്കാൻ വയ്യ.
അങ്ങനെ നമ്മൾ അടുത്ത അട്രാക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ വാട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ 2 പ്രാവശ്യമായിട്ടാണ് നമ്മളത് പോകുന്നത് കേട്ടോ. ഇതായിരുന്നു എനിക്കവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു ടെൻഷനും ഇല്ല, എന്താ പറയുക, എന്നാൽ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ ആ ബോട്ടിൽ കയറി ഇരിക്കണം. അതായത് 8 പേർക്കാണ് അവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം 4 പേര് അങ്ങനെയായിരുന്നു. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ബോട്ടിൽ, അതായത് ഈ വഞ്ചി, അതിലകത്തുള്ള ആളുകളെ ഈ വെള്ളം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അതൊരു സംഭവമുണ്ട്, അത് കറക്കുമ്പോൾ വെള്ളം വരും. ആ വെള്ളം കൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മാജിക് ലാൻഡിൻ്റെ എന്ത് സംഭവമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാട്ടോ. അത് മാത്രമല്ല ഇവിടെ ഫുഡും കിട്ടും. ഫുഡ് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ല ഇനിയിപ്പോൾ കൊണ്ടുവന്ന് കഴിച്ചാൽ മതി, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം. അവിടെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അവിടെ ഭൂരിഭാഗം പേരും ഫുഡ് കൊണ്ടുവന്നിട്ടായിരുന്നു കഴിക്കണത്. പിള്ളേർ സംഘമൊക്കെ അങ്ങനെയായിരുന്നു. വേറൊരു കാര്യമുള്ളത്, ഈ വലിയ വലിയ അട്രാക്ഷനിൽ കയറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേരുടെ ഉണ്ട് കേട്ടോ, അവിടെ നിങ്ങൾക്കും പോകാം, അങ്ങനെ കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ ബിക്കിനി നിർബന്ധമാണ്. ബിക്കിനിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പാസ് എടുക്കണം. പാസ് ഓഫറൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത അട്രാക്ഷനിലേക്ക് പോവാണ്. ഇതൊക്കെ പിള്ളേരുടെയാണ്, എന്നാലും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഇത് വന്നിട്ട് കുട്ടികൾക്ക് മാത്രമുള്ളതായിരുന്നു. ഇവിടെ ഞങ്ങൾ കയറ്റിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ബായ് പറഞ്ഞ് ഞങ്ങൾ ദേ അടുത്ത അട്രാക്ഷനിലേക്ക് വന്നു പെട്ടിട്ടുണ്ട്. ഈ ഒരു അട്രാക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ആയി തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ തിരിക്കും തോറും അതിൻ്റെ വേഗത കൂടും. അപ്പോൾ നമ്മുടെ തല നന്നായിട്ട് കറങ്ങുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇനിയിപ്പോൾ തിരിക്കാതിരുന്നാൽ നോർമലായിട്ട് പോവുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് എല്ലാ അട്രാക്ഷനും കവർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ബോഡി ഒന്ന് കൂളാക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചാലാ. നിങ്ങൾ ഫസ്റ്റ് തന്നെ ബില്ലടയ്ക്കുക.
ഇതിന് വന്നിട്ട് 5 euro ആണ് ഇതിൻ്റെ റേറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഞാൻ എല്ലാ ഫ്ലേവറും എടുത്തായിരുന്നു, കുറച്ച് അങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇനി ഇത് നിങ്ങൾക്ക് റീഫിൽ ചെയ്യാം കേട്ടോ. റീഫിൽ ചെയ്യാനായിട്ട് 3.5 euro ഉള്ളൂ. ബ്ലൂബെറി, സ്ട്രോബെറി, മിൻറ്റ്, വാട്ടർമെലൺ, മെലൺ, ഓറഞ്ച്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബോഡി ഒന്ന് തണുപ്പിച്ച ശേഷം നമ്മൾ അടുത്ത അട്രാക്ഷനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. അങ്ങനെ നമ്മൾ അട്രാക്ഷൻ കണ്ടുപിടിച്ചു, അതിൻ്റെ അകത്ത് കയറിയിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല കേട്ടോ. ഞങ്ങളവിടെ നിലത്താണ് ഇരുന്നത്. അവിടെ ഇരുന്ന് നമുക്ക് ആ വ്യൂ ഫുള്ള് കാണാം. അപ്പം എന്തോരം വലുതാന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മാജിക് ലാൻഡ് എത്രത്തോളം വലുതാന്നൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യായിരുന്നു. ഒന്നാമത് ഇവിടെ സമ്മറും കൂടി ആയതുകൊണ്ട് ഇത്രയും പൊക്കത്തിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വീശും. അപ്പം നല്ലൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ മുകളിലെത്തി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത റൈഡൊക്കെ എന്തോരം ചെറുതാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച അട്രാക്ഷൻ. നമ്മ പോവാണ് ഗൈസ്, നമ്മൾ പോവുകയാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഇപ്പൊ താഴേക്ക് വീഴുമ്പോ എല്ലാം ശരിയാവും. കൊള്ളാലോ. അല്ല അതെ ദാസ ഇറങ്ങണ്ട, ആ റൈഡ് കണ്ടോ ഇവിടുന്ന്. ഇത്രയും നാള് നമ്മൾ ഇത്രയും താഴെയാണ് ജീവിച്ചിരുന്നത്, മനസ്സിലായി? ഇല്ല ഇത്രയും താഴെയായിരുന്നു നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്, മനസ്സിലായില്ലേ? ഇപ്പൊ ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചില്ലേ? ഇപ്പൊ വീഴൂല. നമ്മിങ്ങനെ വീഴുമെന്ന് വിചാരിച്ചിരിക്കുമ്പോ വീഴൂല എന്ന് വിചാരിക്കുമ്പോ ഈ തണ്ടികളെ ഒറ്റ വീഴ്ത്തലായിരിക്കും. ഇല്ല, തെറ്റിയിട്ടില്ല. തെറ്റിന്ന് തോന്നണത് താഴെ വീഴുമ്പോഴായിരിക്കുള്ളൂ. ഇത് കറക്റ്റ് തീരുമാനമായിരുന്നു. അനീറ്റനെ ഇനി ചീത്ത പറയൂല, ഇനി അനീറ്റനെ കളിയാക്കില്ല. പ്രോമിസ്. Is it the truth? പേടിക്കണ്ട, ഇപ്പൊ വീഴുമ്പോ ഒരു പസറി വെക്കുമ്പോഴേക്കും വീഴുവേ. അത് വന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് ഫിറ്റ് ചെയ്ത ഗോപ്രോ ചെരിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ കിട്ടാതിരുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ ഇടാട്ടോ. അപ്പോൾ ബൈ.